പേസ്റ്റിൻ്റെ കവർ ഇരിപ്പുണ്ടോ? ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ഇതുള്ള പേസ്റ്റിൻ്റെ കവർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗത്തുനിന്ന് മുറിച്ച് കൊടുക്കുക. ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ മുറിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബോക്സിൻ്റെ ആകൃതിയിൽ കിട്ടും. ആൻഡ് അതിൻ്റെ അളവിൽ തന്നെ ഒരു കളർ പേപ്പർ മുറിച്ചെടുക്കുക. അതായത് 3 സൈഡും അല്ല ഒട്ടിക്കണം, 4 സൈഡ് ഒട്ടിക്കണമെങ്കിൽ ആ ഒരു സൈഡിനനുസരിച്ചിട്ടുള്ള കളർ പേപ്പർ മുറിച്ചിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലും കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏത് കളറുള്ള വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇതാണ്. ആൻഡ് ഇതുപോലെ ഭംഗിയായിട്ട് നമ്മളെല്ലാം റാപ്പ് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാനാണ് നോക്കിയത്, പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ നോട്ടിൻ്റെ കവർ എടുത്തിട്ട് അതാണ് ഒട്ടിച്ചത്. ഓക്കെ, അതാവുമ്പം നമുക്ക് ഇപ്പോൾ പെന്നൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ബോക്സ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ പേപ്പർ തന്നെയാണ് ഇതിന് ബെസ്റ്റ്. ഇനി നമുക്കൊരു റോസാപ്പൂ ഉണ്ടാക്കി നോക്കിയാലോ. എന്നു വെച്ചാൽ ഒരു കളർ പേപ്പർ എടുക്കുക, സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതാ ഇതുപോലെ മുറിച്ചെടുക്കുക. ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഈ റോസാപ്പൂ ഉണ്ടാക്കാൻ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവർ തന്നെയാണ്. പേപ്പറിനെ കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്ലവർ തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു റോസാപ്പൂ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് നമ്മൾ ചെയ്ത് വെച്ച ആ ബോക്സിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനിലും, ഇതിപ്പോൾ ഫുള്ളായിട്ടാണെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി എൻ്റെ അടുത്തൊരു ചെറിയ ഗ്ലിറ്റർ പേപ്പർ ഉണ്ടായിരുന്നു. അതും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ നടുക്ക് ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലീഫ്, ഇതിന് നമുക്ക് കടയിലും അതുപോലെ ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. കടയിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് കടയിൽ ഞാൻ വാങ്ങിയതാണ്. ഒരു 5 റുപ്പി, അതായത് ഇതുപോലുള്ള ഒരു ഇതിൽ 5 റുപ്പിയേ ഉള്ളൂ. നമുക്കിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന, അധികമായിട്ടും ഫ്ലവറൊക്കെ മേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ പെൻസിൽ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോക്സൊക്കെ വെറുതെ വെളിച്ച് കളയുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലുള്ള ഓരോന്ന് ഉണ്ടാക്കി നോക്കുന്നതല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, ചെറിയ അതും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഗാർഡൻ തീമാണ് ഉദ്ദേശിച്ചത്. ഇതൊരു കേക്കിനൊക്കെ വരുന്ന ഡിസൈൻ ആയിപ്പോയോ എന്നൊരു ഡൗട്ടില്ലാതില്ല. ആൻഡ് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.